ഇങ്ങോട്ടേക്ക്. ഓക്കെ, ഇതും റെക്കോർഡായില്ലേ? അപ്പോ NSS ഗീതത്തോടെ ആരംഭിക്കാം. മനസ്സ് നന്നാവട്ടെ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ. സൗഹൃദ സിദ്ധികൾ പൂത്താൽ, സൗവർണാഭ പരന്നാൽ, സൗഹൃദ സിദ്ധികൾ പൂത്താൽ, സൗവർണാഭ പരന്നാൽ, സുരഭില ജീവിത മാധുരി വിശ്വം സമസ്തമരുളുകയല്ലോ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ. സത്യം ലക്ഷ്യമതാകട്ടെ, ധർമ്മം പാതയതാവട്ടെ. സത്യം ലക്ഷ്യമതാകട്ടെ, ധർമ്മം പാതയതാവട്ടെ. ഹൈന്ദവ ക്രൈസ്തവ മുസൽമാന്മാരുടെ കൈകളിണങ്ങിടട്ടെ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ. ഹലോ, കഴിഞ്ഞു. ഓക്കെ, അടുത്തായി സ്വാഗതം പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ NSS സെക്രട്ടേറിയറ്റിലെ 2ാം വർഷ ഫിസിക്സ് വിദ്യാർത്ഥി ഗിരിചന്ദിനെ ക്ഷണിക്കുകയാണ്. ഹലോ, കേൾക്കാനില്ലേ? ഹലോ, കേൾക്കുന്നുണ്ട്. ഗിരി പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഓക്കെ. മനസ്സ് നന്നാവട്ടെ. NSS ശ്രീ കേരളവർമ്മ കോളേജിന്റെ 2020-21 അധ്യയന വർഷത്തിലെ പുതിയ NSS ബാച്ചിന്റെ മീറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളവർമ്മ കോളേജ് NSSൽ ജോയിൻ ചെയ്യുക എന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ്. യൂണിവേഴ്സിറ്റി തലത്തിൽ പോലും നമ്മുടെ പ്രവർത്തനങ്ങളും സേവനങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ വലിയ ഒരു അവസരം തന്നെയാണ് നിങ്ങളുടെ മുൻപിലുള്ളത്. എല്ലാവരും അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ എല്ലാ പരിപാടികൾക്കും നമ്മുടെ കൂടെ തന്നെ നിന്ന് ഒന്നിനും ഒരു തടസ്സവും പറയാതെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ പ്രോഗ്രാം ഓഫീസേഴ്സ് തന്നെയാണ്. ആദ്യമായി നമ്മുടെ എല്ലാം പ്രിയങ്കരനായ പൊളിറ്റിക്കൽ സയൻസ് അസിസ്റ്റന്റ് പ്രൊഫസർ കണ്ണൻ സാറിനെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ എല്ലാമായ ഹിന്ദി ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പ്രമീള മിസ്സിനെയും സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഞങ്ങളുടെ വഴികാട്ടികളായ ഞങ്ങളുടെ ചേട്ടന്മാരും ചേച്ചിമാരും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കോവിഡ് പ്രതിസന്ധിയിൽ നീണ്ടുപോയ നമ്മുടെ സെലക്ഷൻ പ്രോസസ് ഇന്ന് മുതൽ തുടങ്ങുകയാണ്. ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും NSS ശ്രീ കേരളവർമ്മയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി
NSSന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി കണ്ണൻ സാറിനെ ക്ഷണിക്കുന്നു. ഹലോ സാർ, കേൾക്കാനില്ലേ? ഹലോ മാഷെ. ഹലോ മാഷെ. മാഷില്ലേ? മൈക്കൊന്ന് കേൾക്കാമോ? കേൾക്കാനുണ്ട് മാഷെ. കേൾക്കാമോ? കേൾക്കാം. മനസ്സ് നന്നാവട്ടെ. ഏറ്റവും ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട NSSന്റെ എന്റെ സഹപ്രവർത്തകയായിട്ടുള്ള പ്രമിള ടീച്ചർ, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്റെ വോളണ്ടിയേഴ്സ്, സീനിയർ വോളണ്ടിയേഴ്സ്, ഇപ്പോൾ പുതുതായിട്ട് നമ്മുടെ NSSലേക്ക് ശ്രീ കേരളവർമ്മ കോളേജ് NSS യൂണിറ്റുകളിലേക്ക് NSS കുടുംബത്തിന്റെ ഭാഗമാവാനായി കാത്തു നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ പുതിയ കുട്ടികൾക്ക് എല്ലാവർക്കും ആദ്യമായി ഞാനൊരു ഒരു വെൽക്കം നിങ്ങളോട് പറയുകയാണ്. ശ്രീ കേരളവർമ്മ കോളേജ് എന്ന് പറയുമ്പോൾ ഒരു പരിധിവരെ കേരളത്തിലെ ഏറ്റവും എണ്ണപ്പെട്ട ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ്, എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള എണ്ണപ്പെട്ട ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ഏറ്റവും വലിയ സാമൂഹ്യ പ്രതിബദ്ധത കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് എന്നുള്ളതിൽ ഓരോ കുട്ടികൾക്കും അറിവുള്ള കാര്യം കൂടിയാണ്. അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ട ഒരു വിഷയവുമല്ല, മറിച്ച് എല്ലാവർക്കും പല മേഖലയിലൂടെ പല രീതിയിലൂടെ കണ്ടും കേട്ടും അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഒരു പരിധിവരെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കേരളവർമ്മ കോളേജിന്റെ ജൈവിക സ്വഭാവം, കേരളവർമ്മ കോളേജിന്റെ സർഗാത്മക സ്വഭാവം, കേരളവർമ്മ കോളേജിന്റെ NSS പ്രവർത്തനങ്ങൾ, ഇതെല്ലാം തന്നെ പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ശ്രീ കേരളവർമ്മ കോളേജിന്റെ ആ ജൈവിക സ്വഭാവത്തിലേക്ക്, അതിന്റെ നൈസർഗിക സ്വഭാവത്തിലേക്ക്, അതിന്റെ സർഗാത്മകതയിലേക്ക് എപ്പോഴും എത്തിച്ചിട്ടുള്ളത് ഒരു വലിയ പങ്ക് ശ്രീ കേരളവർമ്മ കോളേജിന്റെ NSS യൂണിറ്റുകൾക്ക് ഉണ്ട് എന്നുള്ളതിൽ സംശയമില്ല. നമ്മുടെ പുതിയ കുട്ടികൾക്ക് കുറേയധികം കാര്യങ്ങൾ നമ്മുടെ NSSനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ടത് ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇതിന്റെ പ്രവർത്തനങ്ങളും കേരളവർമ്മ കോളേജിന്റെ NSSന്റെ ആക്ടിവിറ്റികളെ കുറിച്ചും വളരെ വിശാലമായ രീതിയിൽ പ്രമിള ടീച്ചർ നിങ്ങളോട് പറയും. എങ്കിലും തുടക്കത്തിൽ എനിക്ക് പറയാനുള്ളത്, മറ്റേത് സ്ഥാപനങ്ങളെക്കാൾ, പ്രത്യേകിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള 340ഓളം യൂണിറ്റുകളിൽ 2 യൂണിറ്റുകളാണ് കേരളവർമ്മ കോളേജിനുള്ളത്, 41ഉം 162ഉം. ഈ 2 യൂണിറ്റുകളും ഒന്നിച്ച് കൈകോർത്ത് പിടിച്ചാണ് കേരളവർമ്മ കോളേജിൽ പ്രവർത്തനം നടത്തുന്നത്. 2 യൂണിറ്റുകളും ഒരു മനസ്സോടുകൂടി ഒന്നിച്ച് എല്ലാ പ്രവർത്തനങ്ങളിലും ഒന്നിച്ച് പ്രവർത്തിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളിൽ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങളാണ് എപ്പോഴും കാഴ്ചവെക്കുന്നത്. കേവലം ഡോക്യുമെന്റേഷൻ നടത്തി 4 ആളെ അറിയിച്ച് പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന് ബോധിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളല്ല കേരളവർമ്മ കോളേജിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. കേരളവർമ്മ കോളേജിന്റെ പ്രവർത്തനങ്ങൾ, വോളണ്ടിയേഴ്സ് നടത്തുന്ന പ്രവർത്തനങ്ങൾ തികച്ചും സമൂഹത്തിന് യോജിച്ച തരത്തിൽ, സമൂഹത്തിന് ഗുണം ലഭിക്കുന്ന തരത്തിൽ ഉള്ള ഒന്നായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് കേവലം ഒരു കൊട്ടിഘോഷിച്ച് 4 ആളെ അറിയിച്ച് പത്രത്തിൽ പരസ്യം ചെയ്ത് പ്രവർത്തനം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന വെറും ഒരു NSS യൂണിറ്റ് അല്ല, അതിനകത്തൊരു ജീവനുണ്ട്. ഇപ്പോ 2000 എന്നെ പോലെയുള്ള ജൂനിയേഴ്സ് ആയിട്ടുള്ള കുറെ അധ്യാപകരുണ്ട് ഇവിടെ, കമ്പാരിറ്റീവ്ലി ജൂനിയേഴ്സ് ആയിട്ട്. ഇപ്പോൾ 5 വർഷം സർവീസ് ആയിട്ടുള്ള ഞങ്ങളെ പോലെ എനിക്ക് പ്രമിള ടീച്ചർ നോക്കി. ഞങ്ങൾക്ക് പോലും കേരളവർമ്മ കോളേജിന്റെ ഒരു വലിയ ഒരു നൈസർഗിക സ്വഭാവത്തെ ഏറ്റവും കൂടുതലായി ഞങ്ങൾക്ക് പോലും മനസ്സിലായിട്ടുള്ളത് കേരളവർമ്മ കോളേജിന്റെ NSSന്റെ ആക്ടിവിറ്റിയിലൂടെയാണ്. അത് കഴിഞ്ഞു പോയിട്ടുള്ള അധ്യാപകരും അതിന് മുന്നേ ഉള്ള റിട്ടയർ ചെയ്തിട്ടുള്ള പല പ്രൊഫസർമാരും നമ്മളോട് ഷെയർ ചെയ്തിട്ടുള്ള ഒരു വസ്തുതയും കൂടിയാണ്. അപ്പൊ കേരളവർമ്മ കോളേജിനെ കോളേജ് ആക്കുന്നതിൽ NSSന് വലിയ പങ്കുണ്ട് എന്നുള്ളത് എത്ര പറഞ്ഞാലും തീരാത്തൊരു വസ്തുതയാണ്. അതുകൊണ്ടാണ് ഞാനത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. എന്തായാലും കേരളവർമ്മ കോളേജിന്റെ ആ ഒരു നൈസർഗികതയുള്ള ജീവനുള്ള NSS യൂണിറ്റിലേക്ക് നിങ്ങളത് ഇനി അനുഭവിക്കാൻ പോകുന്നു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം പറഞ്ഞറിയിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് അത് നിങ്ങൾ അനുഭവിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആ ഒരു NSS അനുഭവം, NSS ജീവിതം, NSS അനുഭവം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു വലിയ മുതൽക്കൂട്ടായിരിക്കും ജീവിതത്തിലേക്ക്. അതിൽ നിങ്ങളുടെ ഒപ്പം
നിങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ ഞാനും പ്രമിള ടീച്ചറും രണ്ടുപേരും ഉണ്ട്. മാക്സിമം നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും ചെയ്യും. വളരെ സന്തോഷത്തോടു കൂടി, വളരെ പ്രതീക്ഷയോടുകൂടി ഈ കേരളവർമ്മ കോളേജ് NSS യൂണിറ്റുകളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും സ്നേഹം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. വളരെ നന്ദി കണ്ണൻ മാഷെ. അടുത്തതായിട്ട് എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്ന, ഡാറ്റയുടെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് അധികം ദീർഘിപ്പിക്കുന്നില്ല. അടുത്തതായിട്ട് നമ്മുടെ പ്രോഗ്രാം ഓഫീസർ ആയിട്ടുള്ള ഹിന്ദി ഡിപ്പാർട്ട്മെന്റ് അധ്യാപക ആയിട്ടുള്ള ഡോക്ടർ പ്രമീള ടീച്ചറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മനസ്സന്നാവട്ടെ. എല്ലാവർക്കും ഈ ഒരു പ്രസ്തുത പരിപാടിയിലേക്ക് സ്വാഗതം. കണ്ണൻ പറഞ്ഞ പോലെ തന്നെ, അതുപോലെ നമ്മുടെ സ്വാഗതം പറഞ്ഞ് ഗിരി പറഞ്ഞ പോലെ തന്നെ പുതിയ വിദ്യാർത്ഥികൾക്കും നമ്മുടെ സീനിയർ വിദ്യാർത്ഥികൾക്കും അതുപോലെ ഈ പ്രോഗ്രാം ചെയ്യുന്ന നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് വളണ്ടിയേഴ്സ് ആയിട്ടുള്ള വിദ്യാർത്ഥികളും അതേപോലെ എൻ്റെ സഹപ്രവർത്തകനായിട്ടുള്ള കണ്ണനും എല്ലാവർക്കും ഒരു സ്വാഗതം ചെയ്തുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ കേരളവർമ്മ കോളേജിന്റെ NSS പ്രവർത്തനങ്ങളെ പറ്റി കണ്ണൻ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മളോട് പറയണ്ടായി. പ്രത്യേകിച്ചും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്ന NSS യൂണിറ്റുകളാണ് 41 and 162. അത് നിങ്ങൾക്ക് പത്രത്തിൽ വായിക്കാനോ കണ്ണൻ പറഞ്ഞ പോലെ മറ്റുള്ള സ്ഥലങ്ങളിലോ അത് കാണാൻ നിങ്ങൾക്ക് പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ, ഫലം പ്രതീക്ഷിക്കാതെ നമ്മൾ കർമ്മം ചെയ്യാണ് നമ്മൾ ചെയ്യാറുള്ളത്. അത് ഞങ്ങള് ഇപ്പോ ഫസ്റ്റ് ഇയേഴ്സ് കുട്ടികൾക്ക് അറിയാം, ഇപ്പൊ വന്നിട്ടുള്ള കുട്ടികൾക്ക് അറിയാം. നിങ്ങൾ ഇതുവരെ ഒരുപാട് ആൾക്കാർ NSSൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. നിങ്ങളെ കൊണ്ട് ടീച്ചേഴ്സ് പല പ്രോഗ്രാമുകളും ചെയ്യിപ്പിക്കാറാണ് പതിവ്. കേരളവർമ്മയിൽ അങ്ങനെയല്ല. കേരളവർമ്മയുടെ ഒരു ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ തന്നെ മുന്നോട്ടിറങ്ങി പരിപാടികളും അതുപോലെ സമൂഹത്തിലെ സേവനങ്ങളും കണ്ടെത്തുകയാണ് പതിവ്. അങ്ങനെ കണ്ടെത്തി മുൻകൂട്ടി, അതായത് അവരുടെ ഉള്ളിൽ തന്നെ ഒരു സേവന മനോഭാവം ആദ്യമേ തന്നെ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് ഇതിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികള്, വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ മാത്രം ഇതിൽ പങ്കുചേരാനാ ഞാൻ പറയുള്ളൂ. കാരണം എന്താ വെച്ചാൽ 2 വർഷത്തെ 240 മണിക്കൂർ, 120 + 120, ഓരോ വർഷവും നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടത് 120 മണിക്കൂറാണ്. അങ്ങനെ 240 മണിക്കൂർ എന്നതിനെ വിട്ടുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ടും യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ടും ഗവൺമെന്റിന് വേണ്ടിയിട്ടും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ചില സമയത്ത് നമുക്ക് വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതായിട്ട് വരും. ക്യാമ്പ് മാത്രമല്ല, ലാസ്റ്റായിട്ട് നമ്മുടെ പ്രളയം നടന്ന സമയത്ത് 2018 മലപ്പുറത്ത് പോയിട്ട് 22 വിദ്യാർത്ഥികൾ, നമ്മുടെ സീനിയർ വിദ്യാർത്ഥികൾക്ക് അതറിയാം, 22 വിദ്യാർത്ഥികൾ 3 ദിവസം രാപ്പകലില്ലാതെ പണിയെടുത്തിട്ടാണ്, എല്ല് മുറിയെ പണിയെടുത്തിട്ടാണ് ഞങ്ങൾ ആ പരിപാടി നടത്തിയിട്ടുള്ളത്. നമുക്ക് തിരിച്ചൊന്നും കിട്ടിയിട്ടല്ല, നമ്മുടെ ഫുഡ് മാത്രം, അക്കോമഡേഷൻ മാത്രം അവര് ചെയ്തിട്ടുള്ളൂ. അതിനെയാണ് സേവനം എന്ന് പറയുന്നത്. അങ്ങനെ സേവന മനോഭാവമുള്ള, അങ്ങനെ മുന്നിട്ടിറങ്ങാവുന്ന, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഇങ്ങനെയുള്ള സേവനങ്ങൾ സമൂഹത്തിന് ആവശ്യമുണ്ട്. നമ്മുടെ ജനനത്തിന്റെ ഉദ്ദേശം തന്നെ അതന്നെയാണല്ലോ, സേവനങ്ങൾ എങ്ങനെയാണ് നമ്മൾ നടത്തേണ്ടത് എന്നുള്ളത്. അതേപോലെ തന്നെയാണ് ഓരോ വർഷവും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നമുക്ക് ഒരു ടാസ്ക് തരാറുണ്ട്. അപ്പൊ ആദ്യത്തെ വർഷം അഭയമായിരുന്നു. ആ അഭയം പദ്ധതി വീട് നമ്മുടെ വിദ്യാർത്ഥിക്കോ അല്ലെങ്കിൽ നമ്മുടെ അഡോപ്റ്റഡ് വില്ലേജിലുള്ള ഒരാൾക്കോ വീട് വെച്ചു കൊടുക്കുക എന്നുള്ളതാണ് അഭയം. ആ ഒരു അഭയം പദ്ധതി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് 150ഓളം വീടുകൾ നിർമ്മിച്ച് നൽകിക്കൊണ്ടാണ് ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് ഇയേഴ്സിന്റെ അറിവിലേക്കാണ് പറയുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിനെയാണ് ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റി, NSSന്റെ ഏറ്റവും ബെസ്റ്റ് കേന്ദ്രമായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു കാരണം ഈ അഭയം പ്രൊജക്ട് ആണ്. അപ്പൊ അങ്ങനെ ഈ അഭയം 2017 അഭയം പ്രൊജക്ട്, 2018 ലഹരി വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രൊജക്ട്, മൂന്നാമത്തെ ഈ കഴിഞ്ഞ ലാസ്റ്റ് ഇയർ ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് കൂടെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്ട്. ഈ 3 പ്രൊജക്ടുകളും വളരെ കൃത്യമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അഭയം പദ്ധതി നമുക്ക് ലാസ്റ്റ് ടൈമിലായിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ വീട് ഇപ്പൊ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൊടുക്കാനുണ്ട്.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള, ഇന്നാണ് നമുക്കത് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു ലോട്ടറി എന്ന് പറയുന്ന ഓൺലൈൻ ലോട്ടറി. അത് നമുക്ക് വിജയിപ്പിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ വിദ്യാർത്ഥികളും ഒരുമിച്ച് മുന്നോട്ടിറങ്ങിയാൽ മാത്രമാണ് നമുക്കത് അവർക്ക് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. നമുക്കറിയാം, നമുക്ക് വീട് സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ആ വീടില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഫണ്ട് കിട്ടാനില്ല. കഷ്ടകാലം നേരത്താണ് നമ്മുടെ ഈ ഒരു കൊറോണ എന്ന് പറയുന്ന COVID-19 പ്രശ്നങ്ങൾ നമുക്ക് വരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ വീട് മുമ്പേ തന്നെ വന്നു കഴിഞ്ഞേനെ. സമയത്തിന്റെ അഭാവം കാരണം ഞാൻ ചുരുക്കാണ്. നമ്മൾ നടത്തിയിട്ടുള്ള ഒരുപാട് പദ്ധതി ഉണ്ട്. ഇപ്പോ ഈ അഭയം പദ്ധതിക്ക് വേണ്ടി ഫുഡ് ഫെസ്റ്റ് നടത്തിയിട്ടുണ്ട്. മലപ്പുറത്ത് പോയിട്ട് നമ്മുടെ എന്താ പറയാ, പ്രളയത്തിന്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുള്ള ഒരു 3 ദിവസത്തെ ലൈവ് പ്രൊജക്ട് ഉണ്ട്. 7 ദിവസത്തെ ക്യാമ്പ്, 240 മണിക്കൂർ വർക്ക്, സോഷ്യൽ വർക്കോ അല്ലെങ്കിൽ നമ്മൾ നടത്തിയിട്ടുള്ള കോളേജ് വർക്കുകളോ ചെയ്ത് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കാണ് 7 ദിവസത്തെ ക്യാമ്പ് നമ്മൾ നടത്താറുള്ളത്. ഈ വർഷത്തെ വിദ്യാർത്ഥികൾക്ക് നടത്താനുള്ള അനുമതി നമുക്ക് കിട്ടിയിട്ടില്ല. അതിനുവേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു 7 ഡേ ക്യാമ്പ് ഉണ്ട്. അല്ലാതെ ഒരു വർഷം റെഗുലർ ആക്ടിവിറ്റീസ് ആയിട്ട് നടത്തുന്ന അനാഥ മന്ദിരങ്ങൾ സന്ദർശിക്കൽ, അഗതി മന്ദിരങ്ങൾ സന്ദർശിക്കൽ, മാത്രമല്ല നമ്മൾ 2018 ഒരു സ്പെഷ്യൽ ഡിസേബിൾ ആയിട്ടുള്ള സ്പെഷ്യൽ കുട്ടികളായിട്ടുള്ളവർക്ക് വേണ്ടി ഒരു ദിവസത്തെ പ്രോഗ്രാം നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് വലിയൊരു വിജയമായിരുന്നു. ഇപ്പോഴത്തെ വളണ്ടിയർ സെക്രട്ടറിമാരായാലും അതിന്റെ തൊട്ട് മുമ്പുള്ള വളണ്ടിയർ സെക്രട്ടറിമാരായിട്ടുള്ള വിദ്യാർത്ഥികളാണ് നടത്തിയിട്ടുള്ളത്. വളരെ വിജയപൂർവ്വം അത് നമുക്ക് എന്താ പറയാ, കണ്ണുനീര് വന്നിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു അന്ന് നടത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മൾ സമൂഹത്തിലേക്ക് ചെയ്യുന്നുണ്ട്. അഭയം പദ്ധതികൾ ചെയ്യുന്നുണ്ട്. അതുപോലെ സ്പെഷ്യലി സ്കൂളായിട്ടുള്ള വിസിറ്റ് ചെയ്യാറുണ്ട്. അഗതി മന്ദിരങ്ങളിലേക്ക് നമ്മൾ വിസിറ്റ് ചെയ്യാറുണ്ട്. പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിർദ്ദേശിക്കുന്ന എല്ലാ ഡേകളും എന്താ പറയാ, ലഹരി വിരുദ്ധമായിട്ടുള്ള ആണെങ്കിലും യൂണിവേഴ്സിറ്റി തൃശ്ശൂർ വെച്ച് നടത്തുന്ന പരിപാടികളാണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും നമ്മൾ പങ്കെടുക്കാറുണ്ട്. തീർച്ചയായിട്ടും റാലികളും എല്ലാം നമ്മൾ നടത്താറുണ്ട്. മാത്രമല്ല, ഒരു രക്തദിന ക്യാമ്പ് എല്ലാ വർഷവും നമ്മൾ നടത്താറുണ്ട്. കോവിഡിന്റെ പ്രശ്നങ്ങളായതുകൊണ്ട് ഈ വർഷം നമ്മൾ ഓൺലൈനാണ് നടത്തിയിട്ടുള്ളത്. ഈ തികച്ചും നമ്മുടെ പരിപാടികളെ ഓൺലൈൻ ആയതുകൊണ്ട് ഒട്ടും നമ്മുടെ വിദ്യാർത്ഥികൾ പിന്നോട്ട് പോയിട്ടില്ല. അതിന് സന്നദ്ധരായിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ മുന്നോട്ടിറങ്ങുകയും ഇതിന്റെ ഓൺലൈൻ പരിപാടികൾ വളരെ വിജയകരമായിട്ട് നമ്മൾ നടത്തുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് കോളേജ് തുറന്ന് ഒരു 1-2 മാസമായപ്പോഴേക്കും ആദ്യമായിട്ട് കേരളത്തിലെ ചരിത്രം എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, കേരളവർമ്മയുടെ ചരിത്രം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, ആദ്യമായിട്ടൊരു ലൈവ് മാഗസിൻ NSS ഇറക്കുകയുണ്ടായി. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ നടത്തുന്ന, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചൊന്നും നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മൾ നടത്തുന്ന ഒരുപാട് പദ്ധതികൾ നമ്മൾ കേരളവർമ്മ യൂണിറ്റുകൾ നമ്മൾ നടത്താറുണ്ട്. അങ്ങനെ നടത്തുന്ന പരിപാടിയിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വയം സന്നദ്ധരായി വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള 240 മണിക്കൂറും അതുപോലെ 2 വർഷവും വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള, മനസ്സോടുകൂടി താല്പര്യമുള്ള വിദ്യാർത്ഥികളെ ഹൃദയം കൊണ്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അവരെ നിങ്ങളെ ഏറ്റവും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. അപ്പൊ നിങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, ഈ NSSനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പൊ നിങ്ങളുടെ ചേട്ടന്മാരും അതുപോലെ നിങ്ങളുടെ സൂപ്പർ സീനിയർ ആയിട്ടുള്ള ചേട്ടന്മാരും നിങ്ങൾക്ക് തരുന്ന നിർദ്ദേശങ്ങളും അവരുടെ എക്സ്പീരിയൻസുകളും അവർക്ക് ഷെയർ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നതിന്റെ ഒപ്പം തന്നെ ഒരു പ്രാവശ്യം കൂടി ഈ ഫസ്റ്റ് ഇയേഴ്സിനെയും ബാക്കി എല്ലാവരെയും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തു വരുന്നു. നന്ദി, നമസ്കാരം. ഒരുപാട് നന്ദി പ്രമീള മിസ്. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഷെഡ്യൂൾ പ്രകാരം നമ്മുടെ സീനിയർ വളണ്ടിയേഴ്സ് ആയിട്ടുള്ള വളണ്ടിയർ സെക്രട്ടറിമാരായിട്ടുള്ള സൂരജേട്ടൻ, അഭിജിത്തേട്ടൻ, സുദർശനേച്ചി എന്നിവരായിരുന്നു വരേണ്ടിയിരുന്നത്. എന്നാൽ ഈ ഒരു സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം നമുക്ക് ആ സെക്ഷൻ സ്കിപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അവർക്ക് ഈ മീറ്റിൽ ജോയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇതിലിപ്പോ ഇല്ലല്ലോ സൂര്യചേട്ടനൊന്നും? പിന്നീട് ജോയിൻ ചെയ്തിട്ടൊന്നുമില്ലല്ലോ? ഇല്ല, സൂര്യചേട്ടനില്ല. ഓക്കെ. അപ്പൊ നമുക്ക് ആ സെഷൻ സ്കിപ്പ് ചെയ്തിട്ട് മുന്നോട്ട് പോകണം. അപ്പോ അതിനെല്ലാം ആകാശേ 1-2 കുട്ടികള് മാറുകയാണെന്നുണ്ടെങ്കിൽ ഒരാളെങ്കിലും ഒന്ന് ജോയിൻ ചെയ്യിപ്പിച്ച് അവരെ കൊണ്ടൊന്ന് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. ഞാൻ വേണമെങ്കിൽ ഒന്ന് സ്കിപ്പ് ഔട്ട് ചെയ്തിട്ട് എനിക്ക് ലൈവില് കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ തൽക്കാലം ഒന്ന് പോയിട്ട് ഞാൻ ലൈവില് കേട്ടോളാം. സൂരജിനോടൊന്ന് കയറാൻ പറയും ഒരാള്. അത് മിസ് ഇപ്പൊ പോവല്ലെന്ന ലിങ്ക് ഒന്ന് കൊടുക്കട്ടെ. ദയവാ നീ ഒന്ന് പറ, ലിങ്ക് കൊടുത്തിട്ട്. അതല്ലേ നല്ലത് കണ്ണ?
കണ്ണ അതെ 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 ചോദിക്കുന്നുണ്ട്. അതെ 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 ദാറ്റ് വിൽ ഒരാള് ബി ബെറ്റർ. പറയട്ടെ അല്ലേ? അതെ 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 അതാണ് ബെറ്റർ. നിങ്ങൾ ഒന്ന് നോക്കൂ, അവരാരെങ്കിലും ഒന്ന് അവൈലബിൾ ആകുമെന്ന് നോക്കുക. ദേവ നീ എന്നിട്ട് ഒന്ന് പറ്റിയില്ലെങ്കിൽ നമുക്ക് സൂരജേട്ടനെ സ്കിപ്പ് ചെയ്യാം. കോണ്ടാക്ട്. ഞാൻ ഓക്കെ കട്ട് ചെയ്ത് ടീച്ചർ മെസ്സേജ് സീനാക്കുന്നില്ല കേട്ടോ. ഞാനൊന്ന് ഫോൺ വിളിക്കട്ടെ ഡയറക്റ്റ്. ഓക്കെ ഓക്കെ. അതിനു മുമ്പായിട്ട് ഇന്ന് ഉണ്ടായതിന്റെ ഒരു വിവരണം ഞാൻ തരാം. നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒഫീഷ്യൽ ജി സ്യൂട്ട് അക്കൗണ്ട് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് പ്രകാരം നമുക്ക് 250 ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന വിവരം. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി 100 പേരെ മാത്രമേ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അത് ഞങ്ങൾക്ക് കിട്ടിയിരുന്ന നിർദ്ദേശം അനുസരിച്ച് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെയായിരുന്നു നടത്തിയിരുന്നത്. ഒരു 6:30 നമുക്ക് കറക്റ്റ് ആയിട്ട് ടൈം കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകാമായിരുന്നു. പക്ഷേ അതിനുവേണ്ടി ഞാൻ സംഘാടകൻ എന്നുള്ള നിലയിൽ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. സൂരജേട്ടന്റെ ഫോൺ ബിസിയാണ്. ഇപ്പൊ 3 തവണ വിളിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടീച്ചറെ നമുക്ക് ഈ സെഷൻ ഈ സെഷൻ ഞാൻ എന്നാല് പ്രൊസീജിയർ പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ജോയിൻ ചെയ്യാൻ പറയണേ ദേവ. ഓക്കെ. അപ്പോ എല്ലാവർക്കും നമസ്കാരം. ഹലോ, കണ്ണനോട് മ്യൂട്ട് ചെയ്യാൻ പറ. കണ്ണ മ്യൂട്ട് ചെയ്യോ? മ്യൂട്ട് ചെയ്യോ? ഓക്കെ, താങ്ക് യു മാഷെ, ടീച്ചറെ. അപ്പോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആകാശ്, 2ാം വർഷ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിയാണ്. അപ്പോൾ എല്ലാവരും എങ്ങനെ NSSൽ ജോയിൻ ചെയ്യാം എന്നറിയാൻ വേണ്ടിയിട്ട് ഉള്ള ആകാംക്ഷയിലായിരിക്കും അല്ലേ? അപ്പോ അതിനെക്കുറിച്ച് ഇന്ന് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അൺഫോർച്ചുനേറ്റ്ലി നമുക്കറിയുന്ന പോലെ തന്നെ നമ്മുടെ ഒരു ഭൂരിഭാഗം കുട്ടികൾക്കും അത് അറിയാൻ കഴിയില്ല. കുഴപ്പമില്ല, അതിന് അവർക്കും കൂടെ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ പിന്നീട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഷെഡ്യൂൾ നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം എന്തായാലും അതുപോലെ തന്നെ ചെയ്യാം. അപ്പോ NSS സെലക്ഷൻ പ്രൊസീജിയറുകൾ നമുക്ക് 3 ഘട്ടങ്ങളായിട്ടാണ് സെലക്ഷൻ പ്രൊസീജിയേഴ്സ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഡെയിലി ടാസ്കുകൾ തരും. ആദ്യത്തെ 1, 2, 3, 4 ഡിസംബർ 1, 2, 3, 4, 5, 6 ദിവസങ്ങളിലായിട്ട് ദിവസവും നിങ്ങൾക്ക് ടാസ്കുകൾ തരും. അതാണ് ഒന്നാമത്തെ ഘട്ടം. ദിവസം 3 നേരങ്ങളായിട്ടുള്ള ടാസ്കുകളായിരിക്കും ഉണ്ടാവുക. ഇനി രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പേഴ്സണൽ ഇന്റർവ്യൂ ആണ്. അത് ഒന്നാമത്തെ ഘട്ടത്തിൽ നന്നായിട്ട് തീരെ ആക്റ്റീവ് ആവാത്ത ആളുകൾക്ക് രണ്ടാമത്തെ ഘട്ടമായിട്ടുള്ള പേഴ്സണൽ ഇന്റർവ്യൂയിലേക്ക് ചേരാൻ സാധിക്കുന്നതല്ല. അപ്പോ എല്ലാവരും ഒന്നാമത്തെ ഘട്ടമായിട്ടുള്ള ഡേ ടാസ്കുകൾ ശരിക്കും തന്നെ ചെയ്യാൻ ശ്രമിക്കണം. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് 3ാമത്തെ ഘട്ടമാണ്. സെലക്ഷൻ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ടുള്ള 3ാമത്തെ ഘട്ടം. നമ്മൾ NSS യൂണിറ്റ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റുകളിൽ ഒന്നാണ് അഭയം. ആ അഭയം എന്ന് പറയുന്ന നേരത്തെ ടീച്ചർ സൂചിപ്പിച്ചു, നമ്മൾ പാവപ്പെട്ട ഒരു കുടുംബത്തിന് വീട് നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിന്റെ അവസാന ഘട്ടങ്ങളിലേക്കാണ്. അപ്പോ അതിന് പ്രധാനമായിട്ടും നമ്മൾ പണം കണ്ടെത്തിയിരുന്നത് വിവിധ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചുകൊണ്ടായിരുന്നു. ഈ ഓഫ്ലൈൻ പ്രോഗ്രാമുകളായിരുന്നു, ഫ്ലാഷ് മോബ്, ഫുഡ് ഫെസ്റ്റ്, അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചുകൊണ്ടായിരുന്നു നമ്മൾ അതിലേക്കുള്ള പണം കണ്ടെത്തിയിരുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇപ്പൊ നമ്മളെല്ലാം ഓൺലൈനിലുള്ള ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു പ്രൊജക്റ്റാണ് അഭയം ഭാഗ്യക്കുറി എന്ന് പറയുന്നത്. അതായത് 50 രൂപ ടിക്കറ്റ് വെച്ചിട്ട് നമ്മൾ ഒരു നറുക്കെടുപ്പ് നടത്തും. നറുക്കെടുപ്പ് ജയിക്കുന്ന ആളുകൾ, ഞങ്ങളുടെ സ്റ്റാറ്റസുകൾ എല്ലാം ചിലർ കണ്ടിട്ടുണ്ടാവും. അതിൽ പറയുന്ന പോലത്തെയുള്ള സമ്മാനങ്ങൾ ലഭിക്കും. ആദ്യ 3 സ്ഥാനങ്ങൾ എത്തുന്ന ആളുകൾക്ക് അതിൽ പറയുന്ന പോലത്തെ സമ്മാനങ്ങൾ ലഭിക്കും. അത് ബാക്കിയുള്ള തുക പൂർണ്ണമായിട്ടും നമ്മൾ, സമ്മാന തുക കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള തുക പൂർണ്ണമായിട്ടും നമ്മൾ ഈ അഭയം പദ്ധതിയിലേക്ക് വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഈ പദ്ധതിയിലേക്ക് ഇപ്പോ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പദ്ധതിയിലേക്ക് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനെയും കൂടി ഭാഗമാക്കും. അതിൽ അവർ എത്രത്തോളം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള
കാര്യങ്ങളും കൂടെ അടിസ്ഥാനമാക്കി അങ്ങനെ 3 ഘട്ടങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മുടെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെ ഘട്ടം നേരത്തെ പറഞ്ഞ പോലെ ഡെയിലി ടാസ്കുകൾ. ഒരു ദിവസം 3 തരത്തിലുള്ള സെഷനുകളായിരിക്കും. മോർണിംഗ് ടാസ്ക്, ഡേ ടാസ്ക്, ഈവനിങ് മീറ്റ്. അങ്ങനെയാണ് എല്ലാ ദിവസവും രാവിലെ 9:30 മണിക്ക് മുമ്പ് പൂർത്തിയാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ടാസ്ക്, ഓൺലൈനോ ഓഫ്ലൈനോ ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിരിക്കും എല്ലാ ദിവസവും മോർണിംഗ് സെക്ഷനുകളിൽ, മോർണിംഗ് ആക്ടിവിറ്റീസിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ ഡേ ടാസ്ക് എന്ന് പറയുന്നത് വൈകുന്നേരം 5 മണിക്കുള്ളിൽ പൂർത്തീകരിക്കുന്ന രീതിയിലാണ് ഡേ ടാസ്കുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. അതുപോലെ ഈവനിങ് മീറ്റ് എല്ലാ ദിവസവും വൈകുന്നേരം 5 മണി മുതൽ 6 മണി വരെ നമ്മൾ ഗൂഗിൾ മീറ്റ് ഉണ്ടാവും. ഇപ്പോൾ ഉള്ളതുപോലെ എല്ലാവരും ഒരുമിച്ചല്ല. നമ്മൾ ഇന്ന് ഈ ഗൂഗിൾ മീറ്റ് ഫ്രഷേഴ്സ് മീറ്റ് പിരിഞ്ഞതിന് ശേഷം എല്ലാ വിദ്യാർത്ഥികളെയും 5 സബ് ഗ്രൂപ്പുകളാക്കി തിരിക്കും. അതിൽ 5 സബ് ഗ്രൂപ്പുകളിലേക്കും അത് മോണിറ്റർ ചെയ്യുന്ന, ലീഡ് ചെയ്യാൻ സെക്കൻഡ് ഇയർ വളണ്ടിയർ ക്യാപ്റ്റൻസ് ഉണ്ടാവും. ഓരോ ഗ്രൂപ്പിലേക്കും ക്യാപ്റ്റൻസും അതുപോലെ വൈസ് ക്യാപ്റ്റൻസും ആയിട്ട് തരാം. അതിന്റെ ലിസ്റ്റ് അധികം വൈകാതെ തരുന്നതായിരിക്കും. പിന്നെ കോമൺ ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് തികച്ചും സമയബന്ധിതമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. 9:30 എന്ന് പറയുന്ന സമയത്ത് ഒരു 9:31 പോലും സബ്മിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ശേഖരിക്കാനാവില്ല. നിങ്ങൾക്കറിയാം 300-ലധികം റെസ്പോൺസുകൾ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നമുക്ക് 100 പേരെ തിരഞ്ഞെടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഏറ്റവും സമയബന്ധിതമായിട്ട് ചെയ്യുന്ന ആളുകൾക്കായിരിക്കും പ്രാധാന്യം. പറയുന്ന സമയത്തിന് ശേഷം വരുന്ന യാതൊരു തരത്തിലുള്ള സബ്മിറ്റ് ചെയ്യുന്ന കാര്യങ്ങളും സ്വീകരിക്കുന്നതല്ല. അങ്ങനെ നമ്മുടെ ഡെയിലി സമയം എന്ന് പറയുന്നത് രാവിലെ 9:30 വൈകുന്നേരം 5 മണിയും, വൈകുന്നേരത്തെ മീറ്റ് 5 മണി മുതൽ 6 മണി വരെയുമാണ്. പിന്നെ അടുത്ത ദിവസത്തിലേക്കുള്ള ടാസ്ക് തലേ ദിവസം രാത്രി 7 മണിക്ക് നമ്മുടെ ഗ്രൂപ്പിൽ, വാട്സപ്പ് നോട്ടിഫിക്കേഷൻ ഗ്രൂപ്പിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് നൽകുന്നതാണ്. അത്രയാണ് ഡേ ടാസ്കുകളുള്ളത്. അതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളായിട്ടുള്ളത്, നമുക്ക് ഒന്നാമത്തെ ദിവസം, അതായത് നാളെ ഡിസംബർ 1-ാം തീയതി ഡേ ടാസ്ക് ആയിട്ട് തരാൻ പോകുന്നത് പ്ലാന്റേഷൻ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീടുകളിൽ കൃഷി ചെയ്യാൻ കൃഷി എന്നല്ല, എന്തെങ്കിലും ചെടികളൊക്കെ നടാൻ സ്ഥലം ഇല്ലാത്തവര് ഉണ്ടായിരിക്കാം. അവരെന്തായാലും ഗ്രോ ബാഗ് പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ടതാണ്. അതുപോലെ തന്നെ 2-ാം തീയതി വരുന്ന ഒരു ടാസ്ക് എന്താന്നുള്ളത് പറയുന്നതായിരിക്കും. അതിലേക്ക് പേപ്പറും, സാധാ ന്യൂസ് പേപ്പറും പശയും ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും അത് കരുതി വെക്കണം 2-ാം തീയതിക്കുള്ളത്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ നിലവിലുള്ള റിസോഴ്സ് വെച്ച് തന്നെ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇതിൽ പ്രധാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഡാറ്റ തീരെ റേഞ്ച് തീരെ അവൈലബിൾ ആവാത്ത വളണ്ടിയേഴ്സ് ഉണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അവർ ആൾറെഡി ഗൂഗിൾ ഫോമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ. നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിൽ തന്നെ ഓരോരുത്തരുടെയും റേഞ്ചും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുവഴി നമ്മൾ അവരെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യും. അവർക്ക് അവരുടെ റിസോഴ്സിനനുസരിച്ചുള്ള ടാസ്കുകൾ കൊടുക്കുകയും ചെയ്യുന്നതായിരിക്കും. ഇനി 1, 2, 3, 4, 5 5-ാം തീയതി നമുക്ക് ഒരു ഓറിയന്റേഷൻ ക്ലാസ് ആണ് വരാൻ പോകുന്നത്. അത് പ്ലാറ്റ്ഫോമും ടൈമും പിന്നീട് അറിയിക്കുന്നതായിരിക്കും. 5-ാം തീയതി ഇന്റർനാഷണൽ വളണ്ടിയേഴ്സ് ഡേയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് NSS എന്നുള്ള കാര്യത്തിൽ ഒരു ഓറിയന്റേഷൻ ക്ലാസ് വെക്കുന്നുണ്ട്. അറ്റൻഡൻസും ഉണ്ടായിരിക്കുന്നതാണ്. ആൻഡ് അതിന് പിന്നാലെ, ഓറിയന്റേഷൻ ക്ലാസ്സിന് പിന്നാലെ ഒരു ചെറിയൊരു ഈ ഓറിയന്റേഷൻ ക്ലാസ്സിൽ നിന്ന് ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു ചെറിയൊരു ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ പിന്നീട് 7-ാം തീയതി 8-ാം തീയതി ആണ് നമ്മുടെ പേഴ്സണൽ ഇന്റർവ്യൂ ആയിട്ട് നൽകിയിട്ടുള്ള സമയങ്ങൾ. അത് ഓരോരുത്തരെയും ക്ലാസ്സിനും കാര്യങ്ങൾക്കും അനുസരിച്ച് അതിനുള്ള സമയം അനുവദിച്ച് തരുന്നതാണ്. പക്ഷെ ഈ 1 മുതൽ 6 വരെയുള്ള തീയതികളിൽ തീരെ ആക്റ്റീവ് ആവാത്ത ആപ്ലിക്കൻസിനെ നമ്മൾ ഈ പേഴ്സണൽ ഇന്റർവ്യൂ സെക്ഷനിലേക്ക് ഉൾപ്പെടുത്തുന്നതല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജനറൽ ആയിട്ട് നമ്മുടെ സെലക്ഷൻ പ്രൊസീജിയേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്.
അതിൽ എല്ലാവരും കീപ്പ് ചെയ്യേണ്ട ഒരു സാധനം ആസ് എ NSS വളണ്ടിയർ പങ്ക്ച്വാലിറ്റി എന്നുള്ള കാര്യമാണ്. അത് പറയുമ്പോൾ എല്ലാവരും ഇന്ന് നമ്മൾ 6:30 പറഞ്ഞ പ്രോഗ്രാം 6:45 തുടങ്ങിയതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടാവും. പക്ഷെ അത് നമ്മുടെ തികച്ചും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. നമുക്ക് കിട്ടിയുള്ള നിർദ്ദേശങ്ങൾ വെച്ചിട്ട് അത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കറക്റ്റ് 6:30 നമ്മൾ തുടങ്ങാൻ തയ്യാറുമായിരുന്നു. പക്ഷെ ചില പ്രത്യേക സാഹചര്യങ്ങൾ മൂലം അതുകൊണ്ട് തന്നെ അത് NSS എപ്പോഴെങ്കിലും ഒക്കെ സബ്മിറ്റ് ചെയ്താൽ മതി എന്നുള്ളൊരു നിലപാടിലാരും നിൽക്കേണ്ടതില്ല. കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് മീറ്റും കാര്യങ്ങളും എല്ലാം കറക്റ്റ് ആയിട്ട് സമയത്ത് തന്നെ ഇനി മുതൽ നടക്കും. അപ്പോ ഇതുവരെ ഇതിനു മുമ്പുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു എന്നാണ് എന്റെ വിശ്വാസം. നമ്മളെല്ലാവരും പറഞ്ഞ സമയത്ത് തന്നെ കറക്റ്റ് ആയിട്ട് നിർദ്ദേശങ്ങളെല്ലാം തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി മുതൽക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് അക്കാര്യത്തിൽ ആരും മടി കാണിക്കാൻ നിൽക്കണ്ട. പിന്നീടുള്ള യാതൊരു എക്സ്ക്യൂസുകളും സ്വീകരിക്കുന്നതല്ല. ഇത്രയും കാര്യങ്ങളാണ് ജനറൽ ആയിട്ട് പറയാനുള്ളത്. ബാക്കി കാര്യങ്ങൾ ബാക്കിയുള്ള കുട്ടികൾക്കും കൂടി ഉൾപ്പെടുത്തുന്ന രീതിയിൽ നമ്മുടെ ഗ്രൂപ്പിൽ വാട്സപ്പ് നോട്ടിഫിക്കേഷൻ നിർദ്ദേശങ്ങൾ തരുന്നതാണ്. ഇനി അപ്പൊ നമുക്ക് ഇത് വിചാരിച്ചാലും നേരത്തെ ആയിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് സെക്ഷൻസ് സ്കിപ്പ് ചെയ്യേണ്ടി വന്നുകൊണ്ടാണ്. സോ ഇന്നത്തേക്ക് ഇത് നിർത്താന്ന് കരുതുന്നു. അപ്പോ നമ്മുടെ ആകാശേ ആരും ലൈനിലില്ല എന്ന് ഉറപ്പാണോ സീനിയേഴ്സ്? ഒന്നും കൂടി ചെക്ക് ചെയ്യട്ടെ മിസ്. അവർക്ക് ആർക്കെങ്കിലും ഒരു കാര്യമെങ്കിലും നമ്മുടെ ജൂനിയേഴ്സിനോട് പറയാണ്ടാവുമല്ലോ. അപ്പൊ അവരെ ഒന്ന് ചെക്ക് ചെയ്തിട്ടൊന്ന് ഫോൺ കോൾ അബിയോ അല്ലെങ്കിൽ സുദർശന, പ്രവീണ ആരെങ്കിലും സൂര്യചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. ഒന്ന് ചെക്ക് ചെയ്യും. ഇത് ഓക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഹലോ മിസ്റ്റർ സൂര്യചേട്ടനെ കിട്ടിയിട്ടുണ്ട്. ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരാൾ ലെഫ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ മുപ്പർക്ക് കയറാം. അതിലെ ലെഫ്റ്റ് അടിച്ച് സൂരജാണോ വരുന്നേ? അതെ, സൂര്യചേട്ടൻ എത്തിയോ? യദു മൂപ്പര് വന്നു കഴിഞ്ഞൊന്ന് പറയണേ. സൂരജ് കേറിയില്ല? കേറാൻ പറ്റുന്നില്ല എന്നാ കാണിക്കുന്നത്. 93 96 പേരല്ലേ ഇപ്പൊ ഉള്ളൂ നമ്മുടെ ഗ്രൂപ്പില്.
ഗൂഗിൾ മീറ്റില്? ആകാശേ? അതെ 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 96 പേരേ ഉള്ളൂ. സൂര്യചേട്ടൻ വന്നിട്ടുണ്ട്. ഓക്കെ, സൂര്യചേട്ടൻ വന്നിട്ടുണ്ട്. ഹലോ സൂര്യചേട്ടാ, കേൾക്കാവോ? ഹലോടാ. ഓക്കെ. അപ്പോ പ്രിയപ്പെട്ട വളണ്ടിയേഴ്സ്, നമ്മളെല്ലാരും കുറെ നേരമായിട്ട് കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള മുൻ NSS സെക്രട്ടറി സൂര്യചേട്ടനാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വേണ്ടി ക്ഷണിക്കുകയാണ്. സൂര്യചേട്ടാ, ഇഷ്ടം പോലെ സമയമുണ്ട്, എത്ര വേണേലും പറഞ്ഞോളൂ. ഓക്കെ. പ്രിയപ്പെട്ട NS കുടുംബാംഗങ്ങളെ, മനസ്സന്നാവട്ടെ. ഈ ഒരവസ്ഥ ഇങ്ങനെ ഉണ്ടാവണമെന്നല്ല വിചാരിച്ചത്. ഇതായിരുന്നില്ല നമ്മൾ പ്ലാൻ ചെയ്തതും, ഇതല്ല ശരിക്ക് നടക്കേണ്ടിയിരുന്നതും. നമ്മുടെ NSSന്റെ ഈ ഫസ്റ്റ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോളേജിൽ ഒരു ഹാളിൽ വെച്ച് എല്ലാവരും ചേർന്ന് ഒരു അടിപൊളിയായിട്ട് പോകേണ്ടതായിരുന്നു. പക്ഷെ സാഹചര്യമാണ് നമ്മളിപ്പോ ഈ ഒരു അവസ്ഥയിൽ നമ്മളെ എത്തിച്ചിരിക്കുന്നത്. ഇപ്പോ സാറ് മിസ്സില്ലേ സാറേ അതില്? മിസ്സുണ്ട്. അപ്പൊ എല്ലാവരും ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഇതാണ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മള് നമ്മുടേതായ രീതിയിൽ ഇപ്പോ നമ്മുടെ ഫസ്റ്റത്തെ മീറ്റിംഗ് തുടങ്ങുകയാണ്. ഫസ്റ്റത്തെ മീറ്റിംഗിന് ഇപ്പൊ പകുതിയായി, എനിക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മുടെ NSSനെ കുറിച്ച് ഒരു ഔട്ട്ലൈൻ ഇപ്പൊ തന്നിട്ടുണ്ടാവും. എന്നാലും നമുക്ക് കിട്ടിയ NSSനെ കുറിച്ചും നമുക്ക് കൊടുക്കാൻ പറ്റിയ NSSനെ കുറിച്ചും കുറച്ചൊക്കെ കാര്യങ്ങൾ നമുക്കിപ്പോ പറയാൻ പറ്റും. നമ്മുടെ ഇവിടുത്തെ കേരളവർമ്മത്തെ NSS മറ്റുള്ള കോളേജുകളിലത്തെ NSS എന്തുകൊണ്ട് വ്യത്യസ്തമായി നിൽക്കണമെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരവേ ഉള്ളൂ. വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിദ്യാർത്ഥികളാൽ നയിക്കപ്പെടുന്ന ഒരു സംഘടന എന്നതാണ് നമ്മുടെ NSS. അതിന് നമുക്ക് രണ്ട് ബാക്ക് ബോൺ ആയിട്ട് നമ്മുടെ മിസ്സും സാറും കൂടി ഉണ്ടാവും. നമ്മുടെ NSS 2 യൂണിറ്റാണ് നമുക്കുള്ളത്. പക്ഷെ 2 യൂണിറ്റ് ആയിട്ടല്ല നമ്മൾ പ്രവർത്തിക്കുക. ഒരൊറ്റ യൂണിറ്റ്, ഒരൊറ്റ തീരുമാനം എന്ന രീതിയിലാണ് നമ്മൾ പ്രവർത്തിക്കുക. നമ്മൾ ഒരിക്കലും 2 യൂണിറ്റ് ആയിട്ട് രണ്ട് തീരുമാനങ്ങളോ ഇതുവരെ നമുക്ക് ഉണ്ടായിട്ടില്ല. നമ്മളെപ്പോഴും ഒറ്റ രീതിയിലാണ് ഉണ്ടാവുക. അത് സാറിനോട് ചോദിച്ചാൽ അറിയാം. ഇപ്പോ നമ്മുടെ NSSന്റെ ഭാഗമായിട്ട് നമ്മൾ നേച്ചർ ക്യാമ്പ് പോവും, 7 ഡേ ക്യാമ്പ്, അങ്ങനെ നമ്മുടെ പല ക്യാമ്പുകളും നമ്മൾ ഇവിടുന്ന് അറ്റൻഡ് ചെയ്യാറുണ്ട്. ബാക്കിയുള്ള കോളേജിൽ നിന്ന് നമ്മുടെ NSSന്റെ 7 ഡേ ക്യാമ്പും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. അതെന്താ പറയണെന്ന് വെച്ചാൽ അത് ക്യാമ്പ് അനുഭവിച്ച് തന്നെ അറിയണം. നമുക്ക് ഈ NSSൽ നിന്ന് കിട്ടണ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിപ്പോ നമ്മുടെ ചേട്ടന്മാരോടും ചേച്ചിമാരോടൊക്കെ ചോദിച്ചാൽ അവർ പറയാ NSSൽ നിന്നൊരു ഇത് കിട്ടുന്നതാണ്. ഇപ്പൊ NSSൽ ഇല്ലാത്ത ഒരാളോട് നമ്മൾ ഇപ്പോ ഒരു ഇത് എന്ന് പറഞ്ഞാൽ അവര് നമ്മളെ കളിയാക്കി വിടും, എന്തൊക്കെ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അത് ഈ NSS കഴിഞ്ഞ് നമ്മൾ കോളേജ് വിട്ട് പോകുമ്പോ അതെന്തിട്ടാണ് ഞാനിപ്പോ പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവില്ല. ഇപ്പൊ നിങ്ങൾ ചിലപ്പോ എന്നെ കളിയാക്കാം, എന്തിട്ട് ചേട്ടൻ പറയണേ ഇത് അത് എന്നൊക്കെ. പക്ഷെ അതുണ്ട്. നമ്മൾ ഓരോ കൊല്ലവും നമ്മുടെ മാഗസീൻ ഇറക്കുന്നുണ്ട് നമ്മുടെ NSSന്റെ ഭാഗമായിട്ട്. നമ്മുടെ കോളേജിൽ തന്നെ NSSന്റെ മാഗസീനുകളുടെ പേരുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാം. ഇത് അത് അങ്ങനെയൊക്കെയാണ് അതിന്റെ പേരുകൾ. നിങ്ങൾ കോളേജിലെത്തിയ NS റൂമിൽ അതിന്റെ ഒക്കെ മാഗസീനുകൾ ഇരിക്കുന്നുണ്ട്. അതൊക്കെ വായിച്ചു നോക്കുക. പിന്നെ നമ്മുടെ പ്രോഗ്രാം ഓഫീസേഴ്സ് നമ്മുടെ എല്ലാത്തിനും സപ്പോർട്ടായിട്ടാണ് അവരുള്ളത്. അവര് നമ്മുടെ പല കാര്യത്തിനും നമ്മളായിട്ട് അവർ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായെങ്കിലും പക്ഷെ അവരായിട്ടുള്ള യാതൊരു ബന്ധങ്ങളെ അത് ബാധിക്കുന്നുണ്ടായിരുന്നില്ല. അതിപ്പോ അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാവരും ഇതിലും ഇതാണല്ലോ, സ്വാഭാവികമാണ്. പക്ഷെ രണ്ടാളുടെയും അഭിപ്രായങ്ങൾ സംഘടിച്ചു വരുമ്പോഴാണ് നമ്മുടെ NSS നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പല പ്രവർത്തനത്തിനും നമ്മുടെ ഏതൊരു കോളേജിന്റെ അവിടുത്തെയും തൃശ്ശൂരത്തെയും കേരളത്തിലെയും ഏതൊരു ആവശ്യത്തിനും നമ്മുടെ കേരളവർമ്മ NSSലത്തെ വോളണ്ടിയേഴ്സ് എല്ലാത്തിനും ഉണ്ടാവും. അതിപ്പോ 2017 പ്രളയം വന്നപ്പോ നമ്മുടെ കേരളവർമ്മ കോളേജിലൊരു ക്യാമ്പ് ഉണ്ടായി. അതിന് മെയിനായിട്ട് നിന്നത് നമ്മുടെ NSSന്റെ വോളണ്ടിയേഴ്സ് ആയിരുന്നു. പിന്നെ കഴിഞ്ഞതിന്റെ മുമ്പത്തെ കൊല്ലത്തെ പ്രളയം, അതില് 4 ദിവസം ഉറക്കമില്ലാതെ മലപ്പുറത്ത് പോയിട്ട് റെസ്ക്യൂ പ്രവർത്തനങ്ങൾക്കും പിന്നെ നമ്മുടെ ഈ ഫുഡ് പാക്കിങ് അങ്ങനത്തെ ഓരോ കാര്യത്തിനും നമ്മൾ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ കാര്യത്തിനും എല്ലാവർക്കും ഒപ്പമുണ്ട്. ഇപ്പൊ നമുക്കിപ്പോ നമ്മുടെ കയ്യിലൊരു ടാസ്ക് എന്ന് വെച്ചാൽ നമുക്കൊരു അഭയം വീട് പണിത് കൊടുക്കണതാണ്. നമ്മുടെ NSSലത്തെ ഒരു കുട്ടിക്ക് ഒരു വീട് പണിത് കൊടുക്കണ പ്രൊജക്റ്റാണ് ഇപ്പൊ അഭയം. അതിനു വേണ്ടിയിട്ട് നമ്മൾ പല പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രവർത്തികൾ ചെയ്തിട്ടാണ് നമ്മളിപ്പോ അവന്റെ വീടിന്റെ ഒരു കോൺക്രീറ്റ് വരെ നമ്മൾ കഴിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അത് നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് അത് ഫുള്ളാക്കണം. ഈ വർഷം കഴിയുമ്പോഴേക്കും, നിങ്ങൾ കയറുമ്പോഴേക്കും മുമ്പ് നമ്മളത് ആ വീട് പണി നമ്മൾ ഫുള്ളായിട്ട് കഴിഞ്ഞിരിക്കണം. ഇതിൽ 100 പേർക്കുള്ളൂ. ബാക്കിയുള്ള എല്ലാവരോടും ഈ കാര്യം പറയണം, ഈ വീട് പണിയുടെ കേസും അതും ഇതൊക്കെ. പിന്നെ നമ്മുടെ NSലത്തെ
നിങ്ങളുടെ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും നമ്മുടെ NS നിന്ന് പലതും കിട്ടിയിട്ടില്ല. അതെന്താ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ സാഹചര്യങ്ങൾ തന്നെയാണ്. സെക്കൻഡ് ഇയറിലേക്ക് കയറി വരുന്ന സമയവും അതൊന്നും അവർക്ക് യോജിച്ച രീതിയിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ആ രീതിയിലൊരു ബോണ്ട് ഉണ്ടാക്കാനും അധികം സാധിച്ചിട്ടില്ല. ഫുൾ ഓൺലൈൻ വർക്ക് ആയതുകൊണ്ട് വളരെ പരിമിതമായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അതിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ പങ്കെടുക്കുന്നവർക്ക് മാത്രമാണ് ഈ മെയിനായിട്ട് ബോണ്ടുകൾ വരുള്ളൂ. അത് ആ രീതിയിലാവരുത്. നിങ്ങളെല്ലാവരായിട്ടും ബോണ്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക. സാഹചര്യങ്ങൾ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ. ഇപ്പൊ നമ്മുടെ NSS കഴിഞ്ഞ് പോയിട്ട് കേരളോർമയ്ക്ക് വരുന്നെങ്കിൽ നമ്മുടെ കേരളോർമ കോളേജ് കഴിഞ്ഞ് പോയിട്ട് കേരളോർമയ്ക്ക് ഒരാൾ വരികയാണെങ്കിൽ ആള് ഫസ്റ്റ് വരെ NS റൂമിന്റെ അവിടേക്കാ. അവിടെ നമുക്ക് അറിയണ പിള്ളേരുണ്ടാവും, അവരായിട്ട് വർത്താനം പറഞ്ഞിരിക്കും. നിങ്ങൾക്കിപ്പോ ഞാൻ പറയുമ്പോൾ അത് പലതും ഒരു പ്രഹസനമായിട്ട് തോന്നാം, പക്ഷെ അത് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് മാത്രമാണ് ഇപ്പൊ പറയാൻ കാരണം. എന്നെ ഇപ്പൊ ഒരു വിളിക്കാൻ കാരണം തന്നെ ആ ഒരു ബന്ധം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ബന്ധങ്ങൾ എപ്പോഴും നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക. പുതിയ പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക, ബന്ധങ്ങൾ നിലനിർത്താൻ ശ്രമിക്കുക. അതാണ് നമ്മുടെ മെയിനായിട്ട് NSSന്റെ ലക്ഷ്യം നമ്മൾ നോക്കുന്നത്. നോട്ട് മീ ബട്ട് യു. എനിക്ക് വേണ്ടിയല്ല, നിനക്ക് വേണ്ടി. അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഓൺലൈൻ വർക്ക് കയറ്റുന്നതിൽ നിങ്ങളുടെ ചേട്ടന്മാരും ചേച്ചിമാരും നല്ല രീതിയിൽ തന്നെയാണ് പോണത്. അവരൊക്കെ നിങ്ങൾക്ക് മാതൃകയാണ്. ഓൺലൈൻ വർക്കായിട്ട് ഓൺലൈൻ ആയതുകൊണ്ട് വെറുതെ വീട്ടിലിരിക്കലല്ല, അവരെല്ലാത്തിനും ഓടി പണിയെടുക്കുന്നുണ്ട്. അവരെല്ലാ കാര്യത്തിനായാലും നിങ്ങൾക്ക് ഇനി ക്ലാസ് വർക്കുകൾ തുടങ്ങിയാൽ മനസ്സിലാവും. അവരെല്ലാ കാര്യത്തിനായാലും നിങ്ങളുടെ ഒപ്പത്തിനുണ്ട്. അപ്പൊ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾ അവരോട് പറയാം. സാറും മിസ്സും അവരോട് പറയാം. അപ്പോ നല്ല രീതിയിൽ നമ്മുടെ NSSനെ കൊണ്ടുപോകാൻ ശ്രമിക്കുക, ബന്ധം നിലനിർത്താൻ ശ്രമിക്കുക, നല്ലൊരു വ്യക്തിയാവാൻ ശ്രമിക്കുക. നന്ദി. സൂരജേട്ടാ, ഒരുപാട് നന്ദി. കേവലം നന്ദി വാക്കില് ഒതുക്കാൻ പറ്റുന്നല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ സീനിയേഴ്സുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്. അത് നമുക്ക് കൂടുതലായിട്ട് അതിനെ കുറിച്ച് വരും സെക്ഷനുകളിൽ പറഞ്ഞു തരാം. അപ്പോ നമുക്ക് നമ്മുടെ ഈ ഒരു ഇന്നത്തെ ഒരു ഫ്രഷേഴ്സ് മീറ്റ് എന്ന് പറഞ്ഞ ശരിക്കൊരു വിചാരിച്ച പോലെ ആയില്ലെങ്കിലും പ്രോഗ്രാം ഓഫീസേഴ്സും നമ്മുടെ സൂരജേട്ടനും ഒക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോ തീർച്ചയായിട്ടും ഇന്ന് നമുക്ക് ഉണ്ടായിട്ടുള്ള സാങ്കേതിക തകരാറുകൾക്ക് പകരം സംവിധാനങ്ങൾ തീർച്ചയായിട്ടും കാണുന്നതായിരിക്കും. അത് യൂട്യൂബ് വീഡിയോ ആയിട്ടോ ഒക്കെ എല്ലാവർക്കും അത് ഇപ്പൊ നടന്ന കാര്യങ്ങൾ ഈ മീറ്റിലുള്ള 100 പേർക്കല്ലാതെ ബാക്കിയുള്ള പുറത്തുള്ള ഒരുപാട് വെയിറ്റ് നിൽക്കുന്ന ആളുകൾക്കും അറിയാൻ പാകത്തിന് നമ്മൾ എല്ലാവർക്കും കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും സംവിധാനങ്ങൾ ശരിയാക്കുന്നതായിരിക്കും. അത് ഓർത്തിട്ട് ആരും വറീഡ് ആവണ്ട. അപ്പൊ ഇനി അടുത്തതായിട്ട് നമ്മുടെ വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടായിരുന്നത് നമ്മുടെ വളണ്ടിയർ സെക്രട്ടറിമാരായിട്ടുള്ള ആദിലയും ദേവപ്രിയ ആയിരുന്നു. അതിൽ ആദില സൂര്യചേട്ടന് കയറാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോ അത് പകരമല്ല, കൂടെയുള്ള ദേവപ്രിയയോട് ആദിലയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ മീറ്റ് അവസാനിപ്പിക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. ഹലോ, മനസ്സിലാവട്ടെ. ഞാൻ ദേവപ്രിയ, നിങ്ങളെ സീനിയർ വളണ്ടിയർ ആണ്, പ്ലസ് ഒരു പൊളിറ്റിക്കൽ സയൻസ് സ്റ്റുഡൻസ് കൂടിയാണ്. അപ്പം നമ്മൾ വിചാരിച്ചതുപോലെ നമ്മൾ 218 പേരോളം ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ മുഴുവൻ പേർക്കും ഈ മീറ്റിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. ഒരുപാട് പേര് പേഴ്സണലായി മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പം ആകാശ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അവർക്കൊരു പകരം സംവിധാനം എന്തായാലും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം മീറ്റ് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ ബുദ്ധിമുട്ട് വരുന്നില്ല. അപ്പം ആരും ആ കാര്യത്തിൽ ടെൻഷൻ ആവണ്ടെന്ന് പറയാം. അപ്പം NSS, നമ്മൾ SKVCയുടെ NSSനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം ഈ ഒരു അക്കാഡമിക് ഇയർ ഫുള്ളായിട്ട് ഓഫ്ലൈൻ ആയിട്ട് ചെയ്യേണ്ടി വരുന്ന വർക്കുകളാണ് അധികവും. അപ്പം ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം ദിനാചരണങ്ങളായാലും സ്പെഷ്യൽ ഡേയ്സ് വേറെ എന്തെങ്കിലും ആണെങ്കിലും അതിൻ്റെ രീതിയിൽ ഇതുവരെ എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്നുണ്ട്. അപ്പൊ ഇനിയുള്ള ദിവസം നിങ്ങളുടേത് കൂടിയാണ്. അപ്പം ഇനി നാളെ മുതൽ നമ്മൾ നിങ്ങളുടെ സെലക്ഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം നിങ്ങൾക്കൊരു എന്തായാലും ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെ ആയിരിക്കും ആ 100 പേരിൽ ഒരാളാവുക എന്നുള്ളത്. അപ്പം എൻ്റെ കൂടെ ആദിലയില്ല. അപ്പം ഞാൻ അവളുടെ കൂടെ ഒരു സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ അവളുടെ ഒരു കൂടെ നിന്ന് സംസാരിക്കുകയാണ്.
അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ. ഈ വരുന്ന ദിവസം നല്ല രീതിയിൽ നമ്മുടെ NSSന്റെ ഇതുവരെയുള്ള SKVCയിലെ എല്ലാ NSS വളണ്ടിയേഴ്സിനെയും പോലെ ഒരു നല്ല വളണ്ടിയർ ആവാൻ പറ്റട്ടെ. നല്ല രീതിയിൽ ഇതിന്റെ ഈ മഹത്വവും കേരളവർമ്മയുടെ NSSന്റെ മഹത്വവും നല്ല രീതിയിൽ ഉയർത്താൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാവിധ സഹകരണങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പം ഇവിടെ സംസാരിച്ച നമ്മളെ പ്രോഗ്രാം ഓഫീസേഴ്സായ പ്രമുല ടീച്ചർക്കും കണ്ണ സാറിനും പിന്നെ ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ സൂരജേട്ടനും പിന്നെ ഇവിടെ എത്തിയിരിക്കുന്ന ബാക്കിയുള്ള എല്ലാവർക്കും ഇത്രയും നേരം 100 പേര് മൊത്തത്തിൽ എല്ലാ സമയം 100 പേര് തന്നെ ഏകദേശം കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഞാൻ നന്ദി പറയാണ്. അപ്പൊ നമ്മൾ ഈ പരിപാടി ഔദ്യോഗികമായിട്ട് അവസാനിപ്പിക്കാം. ഒരു മിനിറ്റ് ദേവപ്രിയ, ഒരു മിനിറ്റ്. ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ ഫസ്റ്റ് ഇയേഴ്സ് ആയിട്ടുള്ള ഇപ്പൊ ഇതിൽ ഉള്ളവരും ഇതിലല്ലാത്തവരും ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ നിങ്ങളുടെ ഫോം പൂരിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് നെറ്റ്വർക്കിംഗ് പ്രോബ്ലം അല്ലെങ്കിൽ സ്വന്തമായി മൊബൈൽ ഇല്ലാത്ത ആ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് ഒന്നും കൂടെ നിങ്ങളുടെ വളണ്ടിയർ സെക്രട്ടറിമാരോടും ഞങ്ങളോടും നിങ്ങളുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ സെലക്ഷൻ പ്രോസസ്സിൽ നിങ്ങൾ അനുഭവിക്കുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ അതിൽ നമ്പർ തന്നിട്ടുണ്ട്, അതിൽ നിങ്ങൾ ദയവീത് വിളിച്ചു പറയാം. ഓക്കെ, ആർക്കും അർഹത കിട്ടാതിരിക്കരുത് എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നത്. നമുക്കറിയാം പലർക്കും നെറ്റ് കിട്ടാത്തതോ അല്ലെങ്കിൽ അതിനുള്ള ഒരു ഇപ്പൊ നമുക്കറിയാം ഓരോ ടാസ്ക് വരുമ്പോഴും ചെയ്യാൻ പറ്റിയില്ല, അത് കറക്റ്റ് ടൈമിൽ തന്നെ ചെയ്യണം. പക്ഷെ മടി കൊണ്ട് പോകുന്നത് വേറെ, ജെനുവിൻ റീസൺ കൊണ്ട് പോകുന്നത് വേറെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും റീസൺ ഉള്ള വിദ്യാർത്ഥികൾ വളണ്ടിയർ സെക്രട്ടറിമാരോട് നിങ്ങളെ പേരും നമ്പറും കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും കൂടെ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഗിരി, ആകാശും ആദില, ദേവപ്രിയ തുടങ്ങിയിട്ടുള്ള നമ്മുടെ വളണ്ടിയർ സെക്രട്ടറിമാരായിട്ടുള്ളവരെ ഒന്നുകൂടി ശ്രദ്ധിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. തീർച്ചയായും ശ്രദ്ധിക്കാം മിസ്. അപ്പോ നാളെ ഡിസംബർ 1 എയ്ഡ്സ് ഡേ ആണ്. അതിനായിട്ടുള്ള ഒരു ടാസ്ക് തരുന്നതാണ്. അത് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻ ഗ്രൂപ്പിൽ അധികം വൈകാതെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം പബ്ലിഷ് ചെയ്യാം. അപ്പോ എല്ലാവരുടെയും അനുമതിയോടുകൂടെ നമ്മുടെ ആകാശേ ഒരു മിനിറ്റും കൂടെ, ആകാശേ ഒരു കാര്യം കൂടി, ഒരു പോയിന്റും കൂടെ, 1-2 പോയിന്റ് കൂടെ പറയട്ടെ. നിങ്ങളുടെ ആക്ടിവിറ്റീസ് കുട്ടികളോടാണ് പറയുന്നത്. NSSന്റെ ആക്ടിവിറ്റികളൊക്കെ തന്നെ നിങ്ങൾ നടത്തുന്നത് വളരെ ആത്മാർത്ഥമായിരിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പഠനത്തെ, നിങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സുകളെ ഒരു കാരണവശാലും NSSന്റെ ആക്ടിവിറ്റികളാൽ അതിനെ നഷ്ടമാക്കാൻ പാടില്ല. കാരണം നമ്മുടെ NSSന്റെ ചരിത്രം എന്ന് പറയുന്നത് എപ്പോഴും എല്ലാ കുട്ടികളും വളരെ നന്നായിട്ട് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. NSS ആക്ടിവിറ്റി എന്ന് പറഞ്ഞ് നമ്മുടെ ക്ലാസ്സുകളെ നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. മാത്രമല്ല ഒരു കാര്യം കൂടി, ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഏറ്റവും നന്നായി ചെയ്യുന്ന ഒരു കോളേജാണ് കേരളവർമ്മ കോളേജ്. മറ്റേത് കോളേജിനേക്കാൾ കൂടുതൽ ചരിത്രം മാത്രമല്ല, നമ്മുടെ ഇത്തവണത്തെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും ഏറ്റവും ഗംഭീരമായി പോകുന്ന ഒരു യൂണിറ്റുകളാണ് കേരളവർമ്മ കോളേജ്. പക്ഷെ അത് നമ്മുടെ കുട്ടികൾ ഒരു കാരണവശാലും അക്കാഡമിക് മേഖലയെ തകർക്കാതെ, അതിന് ഒരു തരത്തിലും കോട്ടം സംഭവിക്കാതെയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഈ വർഷത്തെ കുട്ടികളും അത് തന്നെ ഫോളോ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും NSS എന്ന് പറയുമ്പോൾ അതിന് ഇത്രയും നാളും കിട്ടിയ ഒരു പരിഗണനയും സ്നേഹവും സപ്പോർട്ടും ഇനിയും നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ബാലൻസ് മസ്റ്റ് ബി മെയിൻറ്റെയിൻ. നിങ്ങൾ അത് കീപ്പപ്പ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. ആകാശ വൈൻഡപ്പ് ചെയ്തോളൂ. അപ്പോ എല്ലാവർക്കും ഒരിക്കൽ ടീച്ചർ പ്രോഗ്രാം ഓഫീസേഴ്സിന്റെ അനുമതിയോടുകൂടെ പരിപാടി പിരിച്ചു പ്രഖ്യാപിക്കുന്നു.